ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, രണ്ടുപേരും തമ്മിൽ വളരെ സ്നേഹത്തിലാണ്, പക്ഷേ അവിടെ പലതരത്തിലുള്ള സ്വരച്ചേർച്ചകളും സൗന്ദര്യ പിണക്കങ്ങളുമാണ് ഇതിന്റെ കാരണം. ഇതിന് രണ്ടു പേര് പറയുന്ന ആ, രണ്ടു പേരെ കുറിച്ചും കുറ്റപ്പെടുത്തി പറയുന്ന കാര്യം സെയിം ആയിരിക്കും ഏകദേശം. അപ്പൊ ഇവര് രണ്ടുപേരും എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല, അടുത്തയാളും പറയുന്നത് എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നായിരിക്കും. എനിക്ക് വേണ്ട ടൈം തന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ അടുത്തയാളും പറയുന്നത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ പറയുന്നതിന്റെ ഏകദേശം സെയിം തന്നെയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ആ ഒരു രൂപത്തിലുള്ള കുറ്റപ്പെടുത്തലുകളായിരിക്കും മറ്റേ വ്യക്തിയും പറയാം. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? മെയിനായിട്ട് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇതിന്റെ ഏഹ്, പ്രധാനമായിട്ടും ഇതിന്റെ ഒരു വലിയൊരു കാരണമാണ്. നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ചില ഭാര്യമാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ഭർത്താക്കന്മാർ ഇത് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ, ഇല്ലെങ്കിൽ ഇന്നിപ്പോ എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ആ ഒരു ബർത്ത്ഡേ എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞിട്ട് എന്നെ വിഷ് ചെയ്യട്ടെ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവരറിയട്ടെ എന്നെ എത്രത്തോളം ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, മാക്സിമം ഇത് പറയാതെ തന്നെ ഇത് മനസ്സിലിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും. പക്ഷെ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവർ ആ ജോലിയുടെ ഇടയിലൊക്കെ നമ്മുടെ കാര്യങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാൻ മറന്നു പോയിട്ടുണ്ടാവും. ഈ ബർത്ത്ഡേയുടെ കാര്യങ്ങൾ, ഇല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യങ്ങൾ, ഇതൊക്കെ മറന്നു പോയിട്ട് അവര് അവരുടെ ഇതിലേക്ക് വരുമ്പോഴായിരിക്കും, നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴായിരിക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നമാവുക. അപ്പൊ മാക്സിമം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടാവും. അപ്പം മാക്സിമം നമ്മൾ തന്നെ ഇത് റിമൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് റിമൈൻഡ് ചെയ്തിട്ട് ഇന്ന കാര്യം, എന്ത് കാര്യമാണെങ്കിലും, നമുക്കൊരു ഡ്രസ്സ് വേണമെങ്കിൽ അത് അവർ കണ്ട് മനസ്സിലാക്കി എനിക്ക് ഡ്രസ്സ് മേടിച്ച് തരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കാതെ, എനിക്ക് ഇന്ന ഡ്രസ്സ് വേണം, എനിക്ക് ഇന്ന വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാണെങ്കിൽ, ഡ്രസ്സാണെങ്കിൽ, ഇതൊക്കെ തുറന്നു പറയുക. നമ്മളുടെ ഭർത്താവിന്റെ വരുമാനത്തിനനുസരിച്ച് അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കുക എന്നുള്ളതാണ്. പല ഉമ്മമാരും എന്ത് ചെയ്യില്ല, ഇത് മേടിക്കില്ല. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാതെ നടക്കും. ലാസ്റ്റ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഇരിക്കുമ്പോൾ നമ്മുടെ ഉമ്മമാര് പറയും, ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ടും എന്നെ ഇങ്ങനെയാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ ഭാര്യമാര് പറയും. അപ്പോൾ എന്താണ്, മാക്സിമം നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തുറന്നു പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മളുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പല ഉമ്മമാർക്കും ഇല്ലെങ്കിൽ പല ഭാര്യമാർക്കും സ്വന്തം ഭർത്താവിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു ലൈഫ്, ഇപ്പോൾ സ്വന്തം ലൈഫ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ഉമ്മയെ കിട്ടി, എനിക്ക് ഇങ്ങനെ ഒരു വാപ്പയെ കിട്ടി, അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. എൻ്റെ ജീവിതം, എൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാട്, എൻ്റെ സാഹചര്യങ്ങൾ, ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോൾ എന്താണോ നമ്മുടെ സാഹചര്യം അത് നമുക്കറിയില്ല, അത് നമുക്ക് എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ആവുക എന്ന് നമ്മൾ നോക്കുമ്പോൾ അറിയില്ല. പക്ഷെ ഇതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ്, എൻ്റെ റബ്ബ് എനിക്ക് ഇത് തന്നിട്ടുണ്ടോ, അപ്പൊ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. എൻ്റെ ഭർത്താവാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ്, എൻ്റെ വീടാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എനിക്ക് എന്താണോ എൻ്റെ റബ്ബ് തന്നിട്ടുള്ളത് അതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ്, അതിൽ നിന്നാണ് എന്നെ പഠിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റണം. അതിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കുറവുകൾ മറച്ചു വയ്ക്കുന്ന ഒരു വസ്ത്രമായിട്ട് നമുക്ക് മാറാൻ പറ്റും. നേരെ മറിച്ച്, ഓ എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിന് തന്നല്ലോ എന്നുള്ള രീതിയിൽ മറ്റു ഭർത്താക്കന്മാരെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഇരുന്നാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഭർത്താവിന്റെ ന്യൂനതകൾ മറിക്കാൻ പറ്റുന്ന ഒരു വസ്ത്രമായിട്ട് മാറാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പരസ്പരം എന്തായിരിക്കണം, ഒരു വസ്ത്രം പോലെ ആയിരിക്കണം. പരസ്പരമുള്ള ന്യൂനതകളൊക്കെ മറച്ചിട്ട് വളരെ സ്നേഹത്തിൽ ഒരുമിച്ച് പോകുന്ന ഒരു ഇണയും തുണയുമായിട്ട് നമുക്ക് മാറാൻ വേണ്ടി പറ്റണം. അതിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം, അതുപോലെ ആക്സെപ്റ്റൻസ് വേണം. അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറയുമ്പോൾ
പരസ്പരം എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ, ഈ കാര്യങ്ങൾ നമുക്ക് ശരിക്കും മനസ്സിലാവണം. എൻ്റെ ഭർത്താവിന് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം, ഇന്ന ഇന്ന കാര്യങ്ങളിൽ വളരെ താല്പര്യമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ ദേഷ്യം ഉണ്ടാവും. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഫാമിലി ലീഡ് ചെയ്ത് പോകാൻ പറ്റും. ചില ആളുകൾ വളരെ റഫായിരിക്കും. അപ്പോൾ ഈ റഫായ ആളുകളുടെ അടുത്തും അവരെയും ഒരു രാജാവാക്കിയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഭർത്താവിന് നമ്മുടെ കൈപ്പിടിയിൽ കിട്ടും. കാരണം നമുക്ക് ആ ഒരു രൂപത്തിൽ നമ്മൾ ഒരു രാജാവ്, നമ്മളൊരു രാജ്ഞിയാവും. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം അവരുടെ കാര്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭാര്യയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റണം. നല്ല റിലേഷൻഷിപ്പ് മോഡൽസ് ഉണ്ട്. നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പത്നിമാരെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അവിടുത്തെ ഓരോ പത്നിമാരും എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ട്, അവരെത്രത്തോളം സഹിച്ചിട്ടുണ്ട് ഭർത്താവിന്റെ ഇല്ലായ്മകളിൽ, അവരെത്രത്തോളം നല്ല രീതിയിലാണ് അവർ ജീവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു നുബുവത്തിന്റെ ഒക്കെ സമയത്ത് ആ, ഉം, ഹ- ഖദീജ ബേബി എത്രത്തോളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എപ്പോഴും ഓർത്ത് ഇരിക്കേണ്ട പാഠങ്ങളാണ്. ഇതുപോലെയുള്ള നല്ല നല്ല റിലേഷൻഷിപ്പ് മോഡൽസ് നമ്മൾ എപ്പോഴും വായിക്കുകയും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് പോവുകയാണെങ്കിലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൗന്ദര്യ പിണക്കങ്ങളും ഇമോഷണലി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഈ വരുന്ന സമയത്ത് മാക്സിമം അവരുടെ ഇമോഷൻസിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതിനെ വളരെ എമ്പതിയോട് കൂടിയിട്ട് നോക്കാനും നമുക്ക് പറ്റണം. അത് അവരുടെ ഇമോഷൻസ് മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് വളരെ എന്താണ് സ്ട്രെങ്തോട് കൂട്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റണം. ആ ഒരു സമയത്ത് നമുക്ക് അവരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ തന്നെ അവർക്ക് നമ്മളെ നോക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ സെൽഫ് ലവ് വളർത്തുന്ന നല്ല നല്ല ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമുക്ക് ചില ആളുകൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് സംസാരിക്കാൻ ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് എഴുതാൻ ഇഷ്ടമായിരിക്കും. ഈ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സെൽഫിനെ സന്തോഷപ്പെടുത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഭർത്താവിനെ കാണുമ്പോൾ വളരെ പുഞ്ചിരിയോട് കൂടിയിട്ട് അദ്ദേഹത്തെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സെൽഫിനെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഭർത്താവിനെ ആക്സെപ്റ്റ് ചെയ്ത് അദ്ദേഹവുമായിട്ട് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് പരസ്പരം മ്യൂച്വലായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഭർത്താവിൻ്റെ രാജ്ഞിയായിട്ട് നമുക്ക് ജീവിക്കാം. ഇത്തരത്തില് നല്ല രീതിയിലുള്ള ദാമ്പത്യ ജീവിതം, ആ ഒരു ഇണയും തുണയുമായിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഓരോ ഭർത്താവിൻ്റെയും നല്ലൊരു സ്വാലിഹത്തായ ഭാര്യയായിട്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.